ഈ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള സെലക്ട് ചെയ്യുക. അത് വെച്ചിട്ട് ഈ സെർച്ച് ബാറിൽ പോയിട്ട് ഫണ്ടിന്റെ പേരൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കൊന്ന് ഈ കാൽക്കുലേറ്റർ റിട്ടേൺ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഹിസ്റ്ററിയിലായിട്ടുള്ള നമുക്ക് ഡേറ്റ് കൊടുത്തിട്ട്, അതല്ലെങ്കിൽ വൺ ടൈമും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സിപ്പ് ആദ്യം ഒന്ന് സിപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ സിപ്പിൽ എത്രത്തോളം ഇതിന് റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഡേറ്റ് സെലക്ട് ചെയ്യാണ്. 2014 മുതൽ, അല്ല ഇത് 2025ആണ്, 2015 ഇന്നത്തെ തീയതി 23 മാർച്ച് 23 ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ 10 വർഷമായി. അന്ന് മുതൽ ഇന്നലെ വരെ ഒരാൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് കൊടുക്കുന്നു. ഉണ്ടോ, ഏകദേശം ആവറേജ് 14% റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. ഇപ്പം ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ 12 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. ഇന്ന് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്നലെ കേട്ടോ 25 ലക്ഷത്തി സംതിങ്. ഇത് കൃത്യം വാല്യൂ ആണ്. മറ്റേ നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേന് എന്തല്ല, അവിടെ ഒരു പെർസെൻറ്റേജ് ബേസ് വെച്ചിട്ട് കൂട്ടുന്നതാണ്, ഒരു ആവറേജ് കണക്ക് കൂട്ടുന്നതാണ്. ഇത് ഈ ഫണ്ടിൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂ ആണ്. ഇന്നലെ സെല്ല് ചെയ്തിരുന്നെങ്കിൽ, അഥവാ 23 ഇതിന് സെല്ല് ചെയ്തിരുന്നെങ്കിൽ, ഒരാൾ 23/3/2015 സ്റ്റാർട്ട് ചെയ്തു സിപ്പ് 10,000 രൂപ. ഇന്നലെ 21-ാം തീയതി അദ്ദേഹം ക്യാഷ് പിൻവലിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ എമൗണ്ട് കിട്ടും, 25,42,206 രൂപ. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് ഓരോ ഫണ്ടിന്റെയും എന്ത് ചെയ്യാം, ഇപ്പം ഇത് നമ്മൾ ഇതിന് പകരം ഇന്ന് ഈ 2015 മുതൽ ഇതെന്നുള്ളതിന് പകരം നമുക്ക് ആ കൊറോണയുടെ ടൈം എടുത്തിട്ടോ അതിന്റെ ഇതെടുത്തിട്ടോ ഇത് എത്ര നാൾ കൊണ്ട് റിക്കവർ ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഏത് ഫണ്ട് വേണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒരു ടൈം പീരീഡിൽ അത് എത്രത്തോളം പെർഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഇത് കഴിഞ്ഞ 10 വർഷം എത്ര പെർഫോം ചെയ്തിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് നമുക്കൊരു എമൗണ്ട് കൊടുത്തിട്ട് തന്നെ കണ്ടെത്താം ഇതിന്റെ വാല്യൂ ഇന്ന് എത്രയായിരിക്കും എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഏത് ഇതിൽ കിട്ടുക നമ്മുടെ ഡയറക്റ്റ് പ്ലാൻ ആകുമ്പോൾ 2013 വരെയുള്ള കിട്ടുള്ളൂ. കാരണം 2013 ഡയറക്റ്റ് പ്ലാനുകളൊക്കെ ആരംഭിച്ചത്. അതിനു മുമ്പ് റെഗുലർ പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ എമൗണ്ട് ആരെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ. ഇതിൻ്റെ ഞാൻ ഡയറക്റ്റും റെഗുലറും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്നവിടെ എഴുതി വെച്ചേ 24 ലക്ഷത്തി സംതിങ്. പെന്നുണ്ടോ ആരെങ്കിലും കയ്യിൽ? ഇത് ടോട്ടൽ എമൗണ്ട് ഈ സെൽ വാല്യൂ എന്ന് എഴുതി വെച്ചാൽ മതി. 25 ലക്ഷം ഇത് എഴുതി വെച്ചല്ലോ. ഇത് സെയിം ഫണ്ടിൽ നമ്മൾ ഇതിപ്പം പ്ലാൻ ഇവിടെ നമുക്ക് പ്ലാൻ മാറ്റി കൊടുക്കാം. ഡയറക്റ്റ് പ്ലാൻ ആണ്, അഥവാ നമ്മളൊരു ഏജന്റ് ഒന്നും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ തന്നെ ചെയ്യാണ് എങ്കിലുള്ള വാല്യൂ ആണ് ഇത്. അപ്പൊ ഇതേ കാലയളവിൽ വേറൊരാളൊരു ഏജന്റിൽ ഇൻവെസ്റ്റ്, ഇതിപ്പം ഒരാൾ ഡയറക്റ്റിൽ 10 വർഷം മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു 10,000 രൂപ, അദ്ദേഹത്തിന് ഇന്ന് 25 ലക്ഷം രൂപ കിട്ടും. വേറൊരാളൊരു ഏജന്റ് ത്രൂ ആണ് ഇതിൽ ചെയ്തെന്ന് കൂട്ടിക്കോളൂ. റെഗുലർ പ്ലാനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെഗുലർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗോ കൊടുക്കുക. ഇപ്പോൾ റെഗുലറായി. എന്നിട്ട് നമ്മൾ സെയിം എമൗണ്ട് എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റർ എടുക്കുന്നു, സിപ്പ് കാൽക്കുലേറ്റർ, ഡേറ്റ് സെയിം ഡേറ്റ് കൊടുക്കുന്നു, 2015 മാർച്ച് 23, 10,000 രൂപ, സബ്മിറ്റ് കൊടുക്കുന്നു. ഉണ്ടോ? ഇതിനുള്ള വാല്യൂ ഒക്കെ 23,69,000 രൂപ. ഏകദേശം എത്ര വ്യത്യാസം വരിക? സെയിം ഫണ്ട് ഒരാൾ ഏജന്റ് ത്രൂ ചെയ്തപ്പോഴും 25, മറ്റേത് 422 ഏകദേശം 1,72,000 രൂപ ആർക്ക് നഷ്ടം വന്നു? ഒരു ഏജന്റ് ത്രൂ ചെയ്ത ആൾക്ക് നഷ്ടം വന്നു. തിരിഞ്ഞു. ഇവിടെ ശതമാനം നോക്കുമ്പോൾ മറ്റേതിന് 14% ഇവിടെ 13%. ഈ 1% വ്യത്യാസമുള്ളൂ. പലപ്പോഴും ഏജന്റുമാർ ഈ 1% കണക്കേ പറയുള്ളൂ. ഇവിടെ അദ്ദേഹത്തിന് നഷ്ടം വന്നത് 1,72,000 രൂപയാണ് ഒരു ഏജന്റ് ത്രൂ ചെയ്ത ആൾക്ക്. ഇത് 10 വർഷമാണ്, പലപ്പോഴൊക്കെ 15-20 വർഷമൊക്കെ ആയിരിക്കും ആളുകൾ ചെയ്യുക. അതും ഇവിടെ 10,000 രൂപയാണ് സിപ്പ്, ചിലപ്പോൾ അതിലും കൂടുതൽ ചെയ്യുന്ന ആളുണ്ടാവും. അപ്പോൾ ഇതിൽ വരുന്ന നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. പലപ്പോഴും ഏജന്റുമാർ എത്രയേ പറയുള്ളൂ? 1% കണക്കേ പറയുള്ളൂ. ക്ലിയർ ആയോ? ഹലോ, കണ്ടല്ലോ. അപ്പോൾ റെഗുലറും ഡയറക്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ? ഇത് കേവലം 10,000 രൂപയുടെയാണ്, 10 വർഷമാണെന്നുള്ള കൂട്ടണം.
ഇവിടെ ശതമാനം നിങ്ങൾക്ക് കാണാൻ കഴിയും, മറ്റതിൽ നമുക്ക് 14 സംതിങ് ആണ്. ഇവിടെ അതിന് വ്യത്യാസം വരാൻ കാരണം ഇവിടെ നിങ്ങൾ എക്സ്പെൻസ് റേഷ്യോ കണ്ടോ, ഇത് ഇവിടെ കണ്ടോ 1.95 എഴുതി വെച്ചോളൂ ഇവിടെ നിന്ന് എവിടെയെങ്കിലും 1.95. ഇതാണ് നമ്മൾ ഈ ഫണ്ട് മാനേജ് ചെയ്യാൻ നമ്മളിൽ നിന്ന് ഇവർ ഈടാക്കുന്ന ക്യാഷ്. അവിടെ ഇതിൽ ആ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള എക്സ്പെൻസ് ഏതിന്? ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ റെഗുലർ പ്ലാനിന്. റെഗുലർ ഇനി ഡയറക്റ്റിൽ അത് എത്രയാ നോക്കാം. അതാണ് നമ്മൾ റിട്ടേൺ കുറയാനുള്ള കാരണം. റെഗുലറിൽ റിട്ടേൺ കുറയാനുള്ള കാരണം. ഡയറക്റ്റിലുള്ളത് 0.7 ആണ് കേട്ടോ. 1.95 മൈനസ് 0.7 അഥവാ റെഗുലറും ഡയറക്റ്റും തമ്മിൽ 1.25% വ്യത്യാസമുണ്ട് ഈ എക്സ്പെൻസിൽ ചാർജിൽ. ഈ ഒരു ശതമാനത്തിന്റെ കണക്ക് ആര് പറയുള്ളൂ? ഏജന്റ് പറയുള്ളൂ. അത് ഉണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ഏകദേശം 1,72,000 രൂപ കേവലം 10,000 രൂപ ചെയ്യുന്ന ആൾക്ക് വ്യത്യാസം വന്നു.